വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് ട്രിക്സ് ബൈ എയ്ഡൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു ഹോം റെമഡി ആയിട്ടാണ്. നമ്മുടെ എല്ലാവരുടെ ഒരു വലിയ പ്രശ്നമാണല്ലേ ഈ ഡ്രൈ സ്കിന്ന്. ഈ ഡ്രൈ സ്കിന്ന് കാരണം നമുക്ക് നല്ലൊരു മോഡേൺ ഡ്രസ്സ് ഇടാൻ പറ്റായിക, ഒരു 3/4 ജീൻസ് ഇടാൻ പറ്റായിക, നമ്മൾ മാർക്കറ്റിൽ കാണുന്ന കുറേ ലോഷൻസ് അതും ഇതൊക്കെ ആയിട്ട് എല്ലാം നമ്മൾ വാരി തേക്കും. പക്ഷേ ഇതൊക്കെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കൊരു കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും സ്കിന്നത് ഇതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് വരും അല്ലേ. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമാണ് ഇത്. 100% റിസൾട്ട് ഉറപ്പാണ്. ഈ ഗ്ലിസറിനും ഈ കാണുന്ന റോസ് വാട്ടറും. ഇതിന് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ലോഷനോ ക്രീമോ അതിൻ്റേതായിട്ടുള്ള മണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഗുണം 100% ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല എന്നുള്ളതാണ്. റോസ് വാട്ടറും ഗ്ലിസറിനും നമുക്ക് ഫാർമസിയിലും സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ അവൈലബിൾ ആണ്. നമുക്കിതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നാട്ടിലൊക്കെ നമുക്ക് ഫാർമസിയിൽ ഇതുപോലത്തെ ചെറിയ ബോട്ടിലാണ് ഗ്ലിസറിൻ മേടിക്കാൻ കിട്ടുക. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഇത്രയും അളവിൽ തന്നെ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഈ റോസ് വാട്ടർ ഒഴിക്കുന്ന സമയത്ത് കണ്ടോണേ, റോസ് വാട്ടർ ആ ഗ്ലിസറിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കുന്നതായിട്ട് തോന്നും. അത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇച്ചിരി അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കൃത്യം പകുതി ആക്കാനായിട്ട് മെഷർമെൻറ്റ് സ്പൂണിൻ്റെയോ ഗ്ലാസിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു ആവറേജ് നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ, പകുതി തന്നെയല്ല. അത് റോസ് വാട്ടർ ഒഴിക്കുമ്പം അത് ഗ്ലിസറിൻ്റെ മുകളിൽ നിൽക്കും. അപ്പോൾ നമുക്ക് അളവ് കൃത്യമായിട്ടെന്ന് പറഞ്ഞ പോലെ അറിയാൻ പറ്റും. അപ്പോൾ അത് അടച്ചു കഴിഞ്ഞിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. രണ്ടും രണ്ട് അവസ്ഥയിലുള്ള സാധനങ്ങളാണ്. അപ്പം ദ്രാവകമാണെങ്കിൽ പോലും ഗ്ലിസറിന് നല്ല കട്ടിയുണ്ട്. അപ്പം ആ റോസ് വാട്ടറുമായിട്ട് ഒന്ന് നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കുളി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ടോ ഒക്കെ ആയിട്ട് ഇത് നമ്മുടെ കയ്യിലേക്ക് അല്പം എടുക്കുക. എന്നിട്ട് ഇത് 2 കൈ കൊണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1-2 കയ്യിലൊന്നാക്കിയതിന് ശേഷം നമുക്കിത് തേച്ച് കൊടുക്കാം. ഇത് നമുക്ക് ബോഡി ഫുള്ളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു മിക്സാണിത്. ഇതിന് നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല എന്നുള്ളതാണ്. ഇനി സൈഡ് എഫക്റ്റ് നമുക്ക് അറിയാമല്ലോ, എന്ത് പ്രോഡക്റ്റിനും അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റ്. അതെന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ചൊറിച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചുമന്ന് തടിച്ചു വരുന്ന അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അത് 1000-1 ആൾക്കാർക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. അതിപ്പോൾ നമ്മൾ എന്ത് സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിന് ചിലപ്പം ചിലവർക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അപ്പം ഇതിനതല്ലാതെ വേറെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് നല്ലപോലെ കാലിലാണ് ഞാനിപ്പോൾ തേക്കുന്നത്. നിങ്ങൾക്ക് നോക്കിക്കേ, ഞാനിത് തേക്കുമ്പം തന്നെ ഫസ്റ്റ് യൂസിൽ തന്നെ അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുന്നതുണ്ടോ. ഈ ഒരു മിക്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡ്രൈ സ്കിന്നിൻ്റെ കാഠിന്യം ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാവുന്നതാണ്. നമ്മൾ മറ്റ് ലോഷൻസൊക്കെ തൂത്ത് കഴിഞ്ഞ് കഴിയുമ്പം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മണവും പോവും ഗുണവും പോവും. പക്ഷേ ഇത് 24 hours, അതായത് ഒത്തിരി വെള്ളമൊന്നും ദേഹത്ത് വീണിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് തേച്ച് കഴിഞ്ഞതിന് ശേഷമാണേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 24 hours ഇതിന് ലാസ്റ്റിംഗ് ആണ്. ഈ ഗ്ലിസറിൻ്റെ റോസ് വാട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശരീരത്തെ ജലാംശം പിടിച്ചു നിർത്തുന്നു, അത് സോഫ്റ്റ് ആക്കും. അങ്ങനെയാണ്. നിങ്ങൾക്കിതൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഞങ്ങളിതുപോലെ ഇവിടെ വലിയ ജാറിൻ്റെ അകത്തൊക്കെ മേടിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് ഇത് തന്നെയാണ്, എൻ്റെ മോനും ഞാൻ ഇത് തന്നെയാണ് തൂത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഒട്ടൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് വലിയ കാര്യമാക്കാനുള്ളൊരു ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിപ്പോൾ കാലേ തൂത്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇപ്പോഴും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്, ഒട്ടും ഡ്രൈ അല്ല. അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന ഒരു റെമഡിയാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒക്കെ ഈ ഡ്രൈ സ്കിൻ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.